റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കിയ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ 2 ദിവസം. അതായത് നാട് മുഴുവൻ കടമാണ്, എന്നിട്ട് വൻ ലക്ഷറി ലൈഫും കാണിച്ച് നടന്ന് ആളുകളെ പറ്റിക്കുന്ന ഒരു രീതി. പണ്ട് ബിഗ് ബോസിൽ വന്നപ്പോഴേ തന്നെ ഇവൻ ഫ്രോഡാണെന്ന് പലവരും പറഞ്ഞിട്ടുണ്ട്. ആ അഖിൽമാരൊക്കെ ഇവൻ അലറൽ വീരൻ എന്നൊക്കെ പറഞ്ഞൊരു പേരൊക്കെ കൊടുത്ത് നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കും. അതൊക്കെ മുട്ടൻ കോമഡിയാണ് അന്നത്തെ. അതിനേക്കാളും വലിയ കോമഡികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുത്തന്നെ 35 ലക്ഷം രൂപ, അബിൽ ദേവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അടുത്ത് 35 ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് എന്നിട്ട് അവൻ തിരിച്ചു ചോദിച്ചപ്പോൾ അവനെ തന്നെ ട്രാപ്പിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റോബിൻ സംസാരിക്കുന്നത്. ഈ 35 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഇന്ന ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും 5ഉം 4ഉം ഒക്കെ വാങ്ങി വീണ്ടും 45 ലക്ഷം ആക്കി. അതിന് 5 ലക്ഷം രൂപ വീണ്ടും കൊടുത്ത് വീണ്ടും അവൻ്റെ കയ്യിൽ നിന്ന് എരന്ന് തിന്നും പോലെ ബ്രോ പ്ലീസ് കാല് പിടിക്കാം, പിന്നെ കുട്ടനല്ലേ ചക്കരയല്ലേ എന്നൊക്കെ ചോദിച്ച് വീണ്ടും 1 ലക്ഷം രൂപ ചോദിക്കുന്ന ചാറ്റ് അടക്കമാണ് വേദലക്ഷ്മി അടക്കം പുറത്തു വിട്ടിട്ടുള്ളത്. ഇവൻ വേദലക്ഷ്മിയുടെ അടുത്ത് ഇനി എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നതല്ല, ഇവൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് സർക്കിളാണ് കിടില്ല. ഇത്ര ലക്ഷം രൂപയാണല്ലേ കടം കൊടുക്കുന്നത്. 5 ലക്ഷം, 20 ലക്ഷം, 40 ലക്ഷം. നമുക്കും ഉണ്ട് കുറെ എണ്ണം. എന്നാലും ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഈ ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയില്ലേടെ. ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കുന്ന അവരെന്ത് പറയണം? ഒരുത്തൻ നമ്മൾ സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യും? വാങ്ങിച്ച കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ പിന്നെ കൊടുക്കത്തില്ല. ഇവനാണെങ്കിൽ വീണ്ടും വീണ്ടും 5 ലക്ഷം വേണോ, 9 ലക്ഷം വേണോ, 1 ലക്ഷം വേണോ. അവസാനം സഹി കെട്ടപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവൻ പുറത്തിട്ടത്. അതോടുകൂടി എന്തായി? എന്നെ ട്രാപ്പിലാക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് പണ്ടത്തെ അതേ തള്ളും കുറെ ന്യായീകരണവും ഇവൻ കുറെ സെറാക്സ് കോപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. 10,000 സെറാക്സ് കോപ്പിയൊക്കെ. ഇത്രയും മാധ്യമങ്ങളൊന്നും ഇല്ലടേ കേരളത്തിൽ. അവൻ പറയുന്നതെന്ന് വെച്ചാൽ മാധ്യമത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്ര എടുത്തോണ്ട് വന്നിരിക്കണേന്ന്. കാശ് തിരിച്ചു ചോദിക്കുമ്പോൾ എന്തോ ഇവൻ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത പോലെയാണ്. എന്നിട്ട് ഇവരുന്ന് പറയുന്നുണ്ട് പഞ്ചാബി ഹൗസിന്റെ ഡയലോഗൊക്കെ, ഇത്രയും രൂപ ഞാൻ തിരിച്ചു കൊടുത്തു, ഇനി 90,000 രൂപ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു തരണം. എപ്പം തരും? പണ്ട് ബിഗ് ബോസ് കഴിയുമ്പോഴേ റോബിൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചുമ്മാ ഷോ ഓഫ് മാത്രമാണ്. കുറേ കീറി വിളിയും അങ്ങേയറ്റം വലിയ ഷോ ഇറക്കവും കുറേ ആളുകളെ വെച്ച് ആഡംബരം കാണിക്കുകയും കാറിൽ വന്ന് ഇറങ്ങക്കവും ഇതൊക്കെ കണ്ടാണ് ഈ ജനമൊക്കെ അങ്ങ് വിശ്വസിച്ചത്. ഇപ്പം മനസ്സിലായി എന്താണ് അണ്ണ, യഥാർത്ഥത്തിൽ അണ്ണ എന്താണ് എന്ന് മനസ്സിലായി. ആരതി പൊടിയൊക്കെ സമ്മതിക്കണം. സമ്മതിച്ചേ പറ്റൂ.